കൊല്ലം കടപ്പാക്കടയിലെ അരും കൊലയുടെ ഞെട്ടലിൽ നാട്. കൊലപാതകത്തിന് പിന്നാലെ ജീവനൊടുക്കിയ പ്രതി തേജസ് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരി ലക്ഷ്യം വെച്ചാണ് എത്തിയത്. തേജസ് എത്തിയ കാറിൽ നിന്നും 2 ടിൻ പെട്രോളും കണ്ടെടുത്തു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, ഇന്നലെ തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രണയപ്പക എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ മറ്റ് തെളിവുകളും അതിന് അവശേഷിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ? ഇന്ന് ഈ ഫെബിൻ്റെയും തേജസിൻ്റെയും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമോ? മറ്റ് ഇൻക്വസ്റ്റ് നടപടികളും മറ്റു കാര്യങ്ങളും എത്തരത്തിലാണ്? സംഗീത, ഇത് പ്രണയപ്പക തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവർ ഒരുമിച്ച്, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവർ ഒരുമിച്ച് തന്നെയാണ് പഠിച്ചത്. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് ഒരുമിച്ചാണ് ഇവർ പഠിച്ചത്. പിന്നീട് നീണ്ടകാലം ഇവർ പ്രണയത്തിലായിരുന്നു. ഇതിനുശേഷം ഈ ഫെബിൻ്റെ സഹോദരി വിവാഹം ചെയ്തു കൊടുക്കാമെന്ന വീട്ടുകാർ ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് ഫെബിന് ജോലി ലഭിക്കാതാവുകയും ഈ ഫെബിൻ്റെ സഹോദരിക്ക് ജോലി ലഭിക്കുകയും കൊല ചെയ്ത തേജസ്സിന് ജോലി ലഭിക്കാതായതോടുകൂടിയാണ് വിവാഹത്തിൽ നിന്നും ഇവർ പിന്മാറുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് നിരന്തരമായി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ നിരന്തരം ഈ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം ഇതിന് തുടർച്ചയായിട്ടാണ് ഈ വീട്ടിലേക്ക് എത്തുന്നതും പിന്നീട് ഈ വീട്ടിൽ കൊലപാതകം നടക്കുകയും ചെയ്യുന്നത്. ഇതിനുശേഷമാണ് അയാൾ കൊല്ലത്ത് റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഫെബിൻ്റെ പിതാവ് ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹത്തിന് അടിയന്തരമായ ശസ്ത്രക്രിയകൾ നടത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെബിൻ കൊണ്ടുവന്ന കാറിൽ നിന്നും 1 ലിറ്റർ പെട്രോൾ കണ്ടെത്തി. ഒരു ടിന്നിൽ സൂക്ഷിച്ച നിലയിലാണ് പെട്രോൾ കണ്ടെത്തിയിരിക്കുന്നത്. കയ്യിൽ കരുതിയിരുന്ന പെട്രോളാണ് ഇവരുടെ ദേഹത്തേക്ക് ആദ്യം ഒഴിച്ച് ഈ കൃത്യം നിർവഹിക്കാൻ അയാൾ ശ്രമിച്ചത്. ലക്ഷ്യം സഹോദരി തന്നെയായിരുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത്. പക്ഷേ സഹോദരി വീട്ടിലില്ലായിരുന്നതിനെ തുടർന്ന് ഫെബിൻ്റെ അച്ഛൻ ജോർജ് ഗോമസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഇത് തടയാനെത്തിയ ഫെബിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഫെബിൻ്റെ പിതാവ് ജോർജ് ഗോമസിന് കുത്തേറ്റത്. ഇദ്ദേഹം ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഫെബിൻ്റെ മൃതദേഹം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഇരുവരുടെയും, തേജസിൻ്റെയും അതുപോലെ ഫെബിൻ്റെയും മൃതദേഹങ്ങൾ സംസ്കരിക്കും. തേജസ് കൊല്ലം നീണ്ടകര സ്വദേശിയാണ്. നീണ്ടകരയിൽ ഒരു ASIയുടെ മകനാണ് അദ്ദേഹം. ഈ പോലീസ് ട്രെയിനിങ്ങിനടക്കം, കോൺസ്റ്റബിൾ ട്രെയിനിങ്ങിനടക്കം പങ്കെടുത്ത ഒരാളാണ്. പക്ഷേ ഫിറ്റ്നസ് പൂർത്തിയാകാത്തതിനെ തുടർന്ന് അതിൽ നിന്നും ഫെയിലിയർ ആവുകയും ചെയ്തു. ഇതിലൊക്കെ അദ്ദേഹത്തിന് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് കൗൺസിലിങ്ങിന് ഇയാളെ വിധേയനാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ പേരിൽ, വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ നടത്തിയ ഒരു കൊലയാണ് കൊല്ലം ഉളിയക്കോവിൽ നടന്നിട്ടുള്ളത്. സംഗീത. ഷമീർ, ഇതിൽ ലക്ഷ്യം വെച്ചെത്തിയ സഹോദരി കോഴിക്കോട് ജോലി ചെയ്യുകയാണെന്നാണ് ഇന്നലെ നൽകിയ സൂചനകൾ. ഈ സഹോദരി നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇന്ന് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴേക്കുമാണ്? അതുപോലെ തന്നെ അമ്മയാണ് ഇതിനകത്ത് മുഖ്യമായ സാക്ഷി ആയിട്ടുള്ളത്. അമ്മ ആശുപത്രിയിൽ പിതാവിനോടൊപ്പം കഴിയുകയാണ്. കടുത്ത ഒരു മാനസിക സമ്മർദ്ദമാണ് അവർ അനുഭവിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ വൈകിട്ട് സംസാരിച്ചതാണ്. എത്തരത്തിലാണ് അവരുടെ ഒരു അവസ്ഥ? അവരുടെ മൊഴിയെടുക്കലും മറ്റ് അന്വേഷണവും ഒക്കെ ഇക്കാര്യത്തിൽ എങ്ങനെയായിരിക്കും? ഫെബിൻ്റെ മാതാവാണ് ഈ കൃത്യം നേരിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ മൊഴി കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമികമായും കൊല്ലം ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവരുടെ മൊഴി പ്രകാരമാണ് ഈ വീട്ടിൽ നിന്നും എടുത്തതാണെന്നുള്ള സ്ഥിരീകരണം വരുന്നത്. അതായത് ഈ പ്രതി എത്തുന്നത്, അതായത് തേജസ് എത്തുന്നത് പെട്രോളുമായിട്ടാണ്. പെട്രോൾ ഒഴിച്ച് സഹോദരിയെ വകവരുത്താമെന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ എത്തുമ്പോൾ പിന്നീട് സഹോദരി ഇല്ല എന്നറിഞ്ഞതോടുകൂടി വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് വീടിൻ്റെ മുൻവശം ഉണ്ടായിരുന്ന കത്തി, അതായത് ഇവർ പേരയ്ക്ക കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന കത്തി ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു കൃത്യം നടത്തിയതെന്ന് മരണപ്പെട്ട ഫെബിൻ്റെ മാതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അവർ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആ മൊഴിയെടുക്കൽ നടപടി പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഫെബിൻ്റെ സഹോദരി കോഴിക്കോടായിരുന്നു അവർക്ക് ഒരു ബാങ്കിൽ ജോലി ലഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ജോലി മാറിയിട്ടുണ്ട്. അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ഇന്ന് തന്നെ ഈ കൊല്ലത്തേക്ക് വരും. പിന്നീട് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും. അത് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും സഹോദരി വിവരം അറിയിച്ചു. സംഭവം നടന്ന ഈ
വീട്ടിന് മുമ്പിൽ ഇപ്പോഴും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. പ്രതി കുത്തിയ ശേഷം ഇയാൾ പ്രതിയുടെ പിന്നിലേക്ക് പോവുകയും ഇവിടെ വീണാണ് ഈ ഫെബിൻ മരണപ്പെടുകയും ചെയ്തത്. ഇവിടെ എല്ലാം തന്നെ പോലീസ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ കത്തി ഉപേക്ഷിച്ച സ്ഥലം, ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് കത്തി ഉപേക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാം തന്നെ റോഡിലാകമാനം രക്തക്കറകളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ഈ പ്രതി ഓടി രക്ഷപ്പെടുന്നതിനെ പിന്തുടരുകയായിരുന്നു. ഫെബിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം കാട്ടിയിരുന്നു. ഇവിടെയാണ് വീണ്, ഈ മതിലിലൊക്കെ തന്നെ രക്തക്കറകളുണ്ട്. ഇവിടെയാണ് ഫെബിൻ വീണ് മരണപ്പെടുകയും ചെയ്തത്. അതുപോലെ ഫെബിൻ്റെ വീട്ടുമുറ്റത്തടക്കം വലിയ രീതിയിൽ രക്തക്കറകൾ ഉണ്ട്. എന്തായാലും പോലീസ് ഇന്ന് ഫോറൻസിക് അടക്കമുള്ള ആളുകളുടെ പരിശോധനകൾ നടക്കും. ആ കത്തി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. തുടർന്ന് എല്ലാ കാര്യങ്ങളും പോലീസ് പരിശോധിച്ച ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. എന്തായാലും ഫെബിൻ്റെ വീട് ദൃശ്യങ്ങൾ കാണുന്നതാണ്. ഫെബിൻ്റെ വീട്, ഈ വീട്ടിലായിരുന്നു ഇന്നലെ നാടിനെ ഞെട്ടിച്ച, ഉളിയക്കോവിലിനെ ഞെട്ടിച്ച അരും കൊലപാതകം നടത്തിയ ശേഷം ഈ യുവാവ് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചെമ്മാമുക്കിലെത്തി തൻ്റെ ജീവൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയും തീവണ്ടിക്കുള്ളിൽ ചാടുകയും ചെയ്തത്. എന്തായാലും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു കൃത്യം ഇവർ നടത്തുകയും ചെയ്തു. എന്തായാലും കത്തിയടക്കം വീണ സ്ഥലത്ത് പോലീസ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസ് ബന്ദോബസ്തിലാണ്. പോലീസ് വലിയ ഈ സുരക്ഷ, ഇന്നലെ മുതൽ തന്നെ ഇവിടെ പോലീസ് സുരക്ഷയും ഈ വീട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഗീത. ശരി, ഷമീർ, കൊല്ലപ്പെട്ട ഫെബിൻ്റെ വീടിന് മുൻപിൽ നിന്നുമാണ് ഷമീർ അബ്ദുൾ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയായിരുന്നു ആ നാടിനെ ഒന്നാകെ ഞെട്ടിച്ച അരും കൊല നടന്നത്. ഷമീർ അബ്ദുള്ളാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.